മെക്സിക്കൻ റെഡിൻ്റെ ഫ്ലവറാണ്. മെക്സിക്കൻ റെഡിൻ്റെ തണ്ട് ഇതേപോലെ മെക്സിക്കൻ ഇത് ക്രോസ് പോളിനേഷനാണ് കേട്ടോ. ഈ ക്രോസ് പോളിനേഷൻ ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ ഫ്രൂട്ട് ചെറുനാരങ്ങയുടെ അത്രേ ഉണ്ടാവുള്ളൂ. ഇത് മസ്റ്റായിട്ടും ക്രോസ് പോളിനേഷൻ ചെയ്താൽ മാത്രം ഫ്രൂട്ട് വലുതാവുള്ളൂ. അതാണ് മെക്സിക്കൻ റെഡ്. ഇത് ശ്രീലങ്കൻ റെഡാണ്. ശ്രീലങ്കൻ റെഡ് അതിൻ്റെ ഫ്ലവറാണ് ഈ കാണാം. ശ്രീലങ്കൻ റെഡിൻ്റെ ഫ്ലവർ ശ്രീലങ്കൻ റെഡാണ്. അതിൻ്റെ ലീഫ് ഏതാണ്ട് ഇതുപോലെ തന്നെ. മെക്സിക്കൻ റെഡിനേക്കാളും വെള്ളം കുറവാണ്. മെക്സിക്കൻ റെഡ് കുറച്ചുകൂടി തടിച്ചിട്ട് ശ്രീലങ്കൻ റെഡിൻ്റെ ഫ്ലവർ. ഇത് തേനീച്ചകളൊക്കെ വന്നു തുടങ്ങി. ചെറിയ തേനീച്ചകളാണ് തന്നെ വന്നിട്ടുണ്ട്. തേനീച്ചകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കുറേശ്ശെ. ഇത് സി വെറൈറ്റിയാണ് കേട്ടോ. സി വെറൈറ്റിയുടെ ഫ്ലവറാണ്. സി എം റെഡ് എന്നൊക്കെ പറയുന്നത്. സി എം റെഡ്, സി വെറൈറ്റി ഇതൊക്കെ കമേഴ്ഷ്യലായിട്ട് വളർത്തുന്ന അതിൻ്റെ ഫ്ലവറാണ്. അതിൻ്റെ തണ്ട് എങ്ങനെയാണ് ഇതൊക്കെ. ഇത് സി വെറൈറ്റിയാണ്. ഇതാ വൻതേനീച്ചകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. റെയിൻബോ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. റെയിൻബോ അതിൻ്റെ ഫ്ലവർ കൂടി തുടങ്ങിയപ്പോൾ തന്നെ ഉണ്ട്. നമ്മൾ തേനീച്ചകൾ തേനീച്ച വന്നിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്രൂട്ടിന് 2 കളറൊക്കെ ആയിരിക്കും. ആണ് റെയിൻബോ എന്ന് പറയുന്നത്. മഞ്ഞയും പച്ച അല്ല ചുമപ്പൊക്കെ ഉണ്ടാവും. നല്ല ഭംഗിയ ഫ്രൂട്ട് കാണാൻ. അതിൻ്റെ മുള്ള് ഭയങ്കര മുള്ളാണ്. അത്യാവശ്യം നല്ല ഹാർഡ് മുള്ള. അതിൻ്റെ ലീഫ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതാണ് റെയിൻബോൻ്റെ മുള്ള്. റെയിൻബോ നാളെ ഇന്നേക്കുമ്പോൾ ഫ്ലവറുകൾ വരികയാണുണ്ട് മുട്ടുകൾ. ഇതൊക്കെ റെയിൻബോൻ്റെ മുള്ളുകളാണ് കാണും. റെയിൻബോൻ്റെ തണ്ട് കണ്ട. ഇതാണ് റെയിൻബോ എങ്ങനെയായിരിക്കും ഏകദേശം. ഇത് റെഡ് ചെയിൻ കേട്ടോ. റെഡ് ചെയിൻ നമുക്ക് കുറേ പന്തേനീച്ചകളൊക്കെ വന്നിരിക്കുന്നുണ്ട്. റെഡ് ചൈന എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അതിൻ്റെ ഫ്ലവർ ഇങ്ങനെ ഇരിക്കും. അതിന് സിമ്മ കുറേ കൂടി നീളത്തില്ല. റെഡ് ചൈനയും ക്രോസ് പോളിനേഷനാണ് കേട്ടോ. ഇതും ക്രോസ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഫ്ലവർ ഒരു ഫ്രൂട്ട് ഉണ്ടാവില്ല. അതിൻ്റെ ഫ്രൂട്ട് കാണാൻ നല്ല ഭംഗിയാണ്. നല്ല മിനുസാണ് പുറമെ. നല്ല റെഡാണ് പുറമെ കാണാൻ. ഉള്ളിലും റെഡിന് പക്ഷെ നല്ല മിനുസും കാണാൻ നല്ല ഭംഗിയാണ് മറ്റുള്ളിന്. ഇതും അതേപോലെ നിറയെ തേനീച്ചകൾ വരുന്നുണ്ട്. വൻതേനീച്ചകൾ വന്നിട്ടുണ്ട്. വൻതേനീച്ച ഇപ്പോൾ വന്ന് തുടങ്ങുന്നുള്ളൂ. ഇത്ര നാൾ ചെറിയ തേനീച്ച അത്ര ഉണ്ടായിരുന്നുള്ളൂ. വൻതേനീച്ച വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ തണ്ട് എങ്ങനെ ഇരിക്കണ്ടേ. റെഡ് ചൈന. റെഡ് ചൈനയുടെ തണ്ടാണ് കാണുന്നത്. റെഡ് ചൈനയുടെ തണ്ട് ഇങ്ങനെ ഇരിക്കും. ലിസയുടെ ഫ്ലവറാണ് ഈ കാണുന്നത്. ലിസ. അതിൻ്റെ സിഗ്മ പുറമേ തള്ളിക്കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ ക്രോസ് പോളിനേഷനാണ് കേട്ടോ. ഇതും ക്രോസ് പോളിനേഷനാണ്. ഫ്രൂട്ട് നല്ല ഫ്രൂട്ടാണ്. അത് ക്രോസ് പോളിനേഷൻ ചെയ്താലേ ഫ്രൂട്ട് ഉണ്ടാവുള്ളൂ. അതാണ് അതിൻ്റെ കുഴപ്പം. അതിൻ്റെ ഇങ്ങനെ കാണുന്നുണ്ട്. അതിൻ്റെ തണ്ടാണ് കാണുന്നത്. അതിൻ്റെ തണ്ടുമ്പോൾ ഒരു ചാര നിറം ഉണ്ടാവും. ഒരു കോട്ടിങ് ഉണ്ടാവും. ചാര കളർ ആയിരിക്കും. നല്ല നല്ല കട്ടിയായിട്ടിരിക്കും. നല്ല സ്ട്രോങ് ആയിട്ട്. ആ മുള്ളും നല്ല സ്ട്രോങ് ആണ്. പക്ഷെ അത് ഡിസീസ് ഫ്രീ ആണ്. ഡിസീസുകളൊന്നും വരാത്തൊരു പ്ലാന്റ് ആദ്യമാണ്. മറ്റുള്ള പ്ലാന്റിനൊക്കെ ഡിസീസ് വന്നാലും ഫംഗസ് വന്ന് ഇതിനങ്ങനെ വരാറില്ല. അപ്പോൾ ഇത് നമ്മൾ പതിവ് എടുക്കണ റൂട്ട് സ്റ്റോക്ക് ഉണ്ടാക്കാൻ എടുക്കുന്നു. റൂട്ട് സ്റ്റോക്കിനായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ റൂട്ട് സ്റ്റോക്കിനായിട്ട് എടുക്കുന്ന തണ്ടുകൾ ഒന്ന് ഇതാണ്. പിന്നൊന്ന് റെഡ് ചൈന. ഇത് രണ്ടും എടുക്കും. ഇത് രണ്ടാളും ചെയ്ത് അതിനകത്ത് പിടിക്കും. ലിസ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ പൂ. വേറെ തേനീച്ച ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് സി എം റെഡ്, സി വെറൈറ്റി എന്നൊന്നും പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ സിഗ്മ ഉണ്ട്. ശരിക്കും അതിൽ ടച്ച് ചെയ്താൽ നിൽക്കുന്നത് ഏകദേശമൊക്കെ. അങ്ങനെയുള്ള സെൽഫ് പോളിനേഷൻ വെറൈറ്റീസിന് അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നു. അതിൻ്റെ പോളനോട് ഇതിന് ചേർന്ന് നിൽക്കണുണ്ടോ. അധികം അകലെയല്ലാതെ നിൽക്കുന്നു. ക്രോസ് പോളിനേഷനൊക്കെ ഉയർന്ന് നിൽക്കും. അതിൻ്റെയൊക്കെ സിഗ്മ കുറേ ഉയർന്ന് നിൽക്കും. അപ്പോൾ അതിൽ പോളൻ ശരിക്കും വീഴില്ല.
അതാണ് അതിൻ്റെ വ്യത്യാസം. ഇതിൻ്റെ ഉണ്ട് ഇത് കമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യണം. ഒരുപാട് വിയറ്റ്നാമിലും എല്ലാ സ്ഥലത്തും ചൈന ഒക്കെ ഇത് തന്നെ കൃഷി ചെയ്യണം. കുറേ ഇതിൽ ഫ്രൂട്ട് ധാരാളം ഉണ്ടാവും. അതുകൊണ്ട് നല്ല വലുപ്പമുള്ള ഫ്രൂട്ടാണ്, അത്യാവശ്യം മധുരമുണ്ട്. ഇത് കൃഷി ചെയ്യാൻ പറ്റിയതാണ് എല്ലാം. ഇതിൻ്റെയൊക്കെ തൈകൾ അവൈലബിൾ ആണ്. എന്താണ്